നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയോജക മണ്ഡലത്തിലും പോളിംഗ് നടന്നു. പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപും BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനും വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് തന്നെ 2 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു. കേരളത്തിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 32 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്നു. പശ്ചിമബംഗാളിൽ 6, ബീഹാറിൽ 4, രാജസ്ഥാൻ 7, ആസാമിൽ 5, കർണാടകയിൽ 3, സിക്കിമിലും മധ്യപ്രദേശിലും 2 വീതം മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മേഘാലയ സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്നു. ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ദേശമംഗലം കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലുള്ള 25-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള വിധിയെഴുത്താകും ഇത്തവണത്തെ വോട്ടെന്ന് പ്രദീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് കണ്ടിരുന്നോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പക്ഷേ ഞാനത് കാലത്ത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറ്റുന്നത് അതൊന്നും തെരഞ്ഞെടുപ്പ് ദിവസം അങ്ങനെ വരുമ്പോഴേ ഇത് തിരിച്ചറിയാകുമെന്ന് ആശങ്കയുണ്ട്. കാരണം ഒരുപാട് വിമർശനങ്ങളുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും മനസ്സിലാവാത്തതുകൊണ്ടും ഇപ്പോൾ മറുപടി പറയാനായി നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങൾ ഉപയോഗിച്ച് ഇന്നലെ വരെയുള്ള കൂട്ടപ്പൊക്കെ നടത്തുന്നത് പരിസ്ഥിതിയുമായിട്ട് നിശബ്ദമായിട്ട് നടത്തുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി പാത വ്യാഴാഴ്ച മുതൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. ഓങ്ങല്ലൂർ മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള 1 കിലോമീറ്ററോളം പാതയിൽ ആദ്യഘട്ട റബ്ബറൈസിംഗ് പൂർത്തിയായി. മുഹമ്മദ് മോസിൻ MLA പ്രവൃത്തികൾ വിലയിരുത്തി. പട്ടാമ്പി നിളാശുപത്രി മുതൽ ഷൊർണൂർ IPT GPT കോളേജ് വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി മിൽമ ചില്ലിംഗ് പ്ലാന്റ് വരെയുള്ള നവീകരണ പ്രവൃത്തികളാണ് നടന്നു വരുന്നത്. ഇവിടെ ആദ്യഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തി വരികയാണ്. പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ ഇന്നത്തോടുകൂടി പൂർത്തിയാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നാളെ രാവിലെ മുതൽ പാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. ഓങ്ങല്ലൂർ മുതൽ മേലെ പട്ടാമ്പി മിൽമ ചില്ലിംഗ് പ്ലാന്റ് വരെയുള്ള 1 കിലോമീറ്ററും 300 മീറ്റർ ദൂരവുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആദ്യഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഓങ്ങല്ലൂർ പാടം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളും നടക്കുന്നുണ്ട്. ഇവിടെ ഓവുപാലം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ഇനി നടപ്പാക്കാനുള്ളത്. മേലെ പട്ടാമ്പിയിലെ നിർമ്മാണ പ്രവൃത്തികൾ മുഹമ്മദ് മോസിൻ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. രാത്രികാലങ്ങളിലും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെന്നും അതിവേഗത്തിലാണ് പാതയുടെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുവെന്നും മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. നിള IPT റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കുളപ്പുള്ളിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന റോഡ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രവേശിച്ചു. വളരെ നന്നായി അതിൻ്റെ DBM വർക്കാണ് ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. KRFBയുടെ AXC AE അതുപോലെ ഓവർസിയർമാരൊക്കെ തന്നെ രാത്രിയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. രാത്രിയും രാവിലെയും ഒക്കെ ഫുൾ ടൈം ഇതിൻ്റെ ഫീൽഡിലുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഈ ടാറിംഗ് പ്രോസസ്സ് വേഗത്തിൽ നടത്താൻ കഴിഞ്ഞത്. കാരണം ഇതിന് മുമ്പേ നമ്മൾ കുറേ ദിവസമായി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ രാത്രിയും പകലുമാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കരുതിയതിനേക്കാളും കൂടുതൽ സ്ട്രെച്ച് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ഈ പള്ളിയോടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടുതൽ ഭാഗം ഇപ്പോൾ സർവേ നടപടികൾ പൂർത്തീകരിച്ച് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചാലാണ് ടൗണിൽ ചെയ്യാൻ പറ്റുക. പൈപ്പ് ലൈനുകൾ പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കണം. അതിനും ഫണ്ട് അനുവദിച്ച് അതിനും ടെൻഡറിലാണുള്ളത്. അപ്പോൾ അത് ടൗണിൽ വളരെ പ്ലാനിങ്ങോട് കൂടി നമുക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായിരുന്നാലും വളരെ നന്നായി ഇപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലേക്ക് റോഡിൻ്റെ വർക്ക് പ്രവേശിച്ചു. ഇന്ന് രാത്രിയോടുകൂടി ആദ്യഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കി പാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. തുടർന്ന് മേലെ പട്ടാമ്പി മുതൽ ടൗണിലേക്കുള്ള നവീകരണ പ്രവൃത്തികളും ആരംഭിക്കും. വാടാനംകുറിശി മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള ഭാഗങ്ങളിലെ മറ്റിടങ്ങളിലെ പ്രവൃത്തികളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. സമയബന്ധിതമായി തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. 2 പാടങ്ങൾ വാടാനംകുറിശിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഓങ്ങല്ലൂരും 2 പാടങ്ങളിലെ വർക്കാണ് ഇനി ചെയ്യാനുള്ളത്. വാടാനംകുറിശിയിൽ കുറച്ചും കൂടെ വീതി സ്ഥലം ഏറ്റെടുത്ത് തരാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ട് വീതി കൂട്ടി ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓങ്ങല്ലൂർ ഒരു കൾവർട്ട്
പിന്നെ പൊളിച്ച് ചെയ്യാനുണ്ട്. അത് റോഡിൻ്റെ ഗതാഗതത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് മേൽപ്പാലം എന്തായാലും അതിൻ്റെ അവസാനഘട്ട വർക്ക് ക്ലോസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും, ഗതാഗതം ക്ലോസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതോടുകൂടി ഈ പാടത്തിൻ്റെ ഭാഗത്തുള്ള കൾവർട്ട് കൂടി ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വർക്കിൽ ഉൾപ്പെടാത്ത പിന്നെ വടനാംകുറിശി മേൽപ്പാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില വർക്കുകളുണ്ട്. മേൽപ്പാലത്തിൻ്റെ വർക്കുകളിൽ അതിൻ്റെ പിന്നെ സൈഡിലുള്ള നിലവിലുള്ള റോഡ്, മേൽപ്പാലത്തിൻ്റെ ആ ഭാഗത്തുള്ള റോഡ് ഇല്ല, പിന്നെ റീടാറിങ് ഇല്ല. അതോടൊപ്പം തന്നെ ഈ വർക്കിലും മേൽപ്പാലം ചെയ്യുന്നതുകൊണ്ട് മേൽപ്പാലത്തിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ഏതാണ്ട് ആ മേൽപ്പാലം ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാലം അടച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഗതാഗതം ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇപ്പോൾ ആ റോഡ് വല്ലാതെ തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഫ്ബിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വർക്കിൻ്റെ ഭാഗമായിക്കൊണ്ട് അത്യാവശ്യം വേണ്ട വർക്കുകൾ ആ റോഡിലും ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും അത് കിഫ്ബി അംഗീകരിക്കുകയും KRFBയെ കൊണ്ട് ഈ വർക്കിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ എസ്റ്റിമേറ്റിൽ നിലവിൽ ഉൾപ്പെടാത്ത ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യമായിട്ടുള്ള വർക്കുകൾ അതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണതോതിൽ ഈ റോഡ് പോലെ തന്നെ ചെയ്യില്ല എങ്കിലും അത്യാവശ്യം വേണ്ട വർക്കുകൾ ആ കുറച്ച് ഭാഗത്തുകൂടി പിന്നെ നമ്മുടെ റെയിൽവേ ഗേറ്റ് വരെയും, റെയിൽവേ ഗേറ്റ് മുതൽ നിലവിലെ മേൽപ്പാലം അവസാനിക്കുന്ന ഭാഗം വരെയുള്ള ഭാഗം കൂടി ഇതിൽ പുതുതായി ഉൾപ്പെടുത്തി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. പന്നി കുറുകെ ചാടി നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. കൂട്ടുപാത ആറങ്ങോട്ടുകര റോഡിൽ കോഴിക്കാട്ടിരി പാലത്തിന്റെ അരികിലായി കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്നും ഞാങ്ങാട്ടിരി ഭാഗത്തേക്കുള്ള യാത്രക്കിടെ ആയിരുന്നു അപകടം. ഞാങ്ങാട്ടിരി സ്വദേശികളായ കുടുംബമാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃത്താല നിയോജക മണ്ഡലത്തിലെ പ്രാദേശിക പത്രദൃശ്യ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂറ്റനാട് പ്രസ് ക്ലബ് ലോഗോ പ്രകാശനം ചെയ്തു. കൂറ്റനാട് നടന്ന യോഗത്തിൽ തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ PK ശശികുമാർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. മാധ്യമപ്രവർത്തനം വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നും സത്യസന്ധമായി വാർത്തകൾ പുറത്തെത്തിക്കുന്നതിന് മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂറ്റനാട് പ്രസ് ക്ലബിന് കഴിയുമെന്ന് SI പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് C മൂസ അധ്യക്ഷനായി. സെക്രട്ടറി ഇസ്മയിൽ പെരുമണ്ണൂർ, ട്രഷറർ V രഘുകുമാർ എന്നിവർ ലോഗോ ഏറ്റുവാങ്ങി. ഉമാശങ്കർ എഴുമങ്ങാട്, CK ഉണ്ണികൃഷ്ണൻ, TVM അലി, CP കരീം, അൻവർ, KG സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ പെട്രോൾ പമ്പിന് സമീപം കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ഓഫീസ് ഉടനെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. എടപ്പാൾ നടുറോഡിലും കുഴിയിലും മത്തിച്ചാകര. ഇതുവഴി കടന്നുപോയവർ മത്തിയും അയിലയും കണ്ട് റോഡിലെ കുഴിക്കെതിരായ പ്രതിഷേധമാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പൊന്നാനിയിൽ നിന്ന് മത്സ്യവുമായി കച്ചവടത്തിന് പോകുകയായിരുന്ന പടിഞ്ഞാറങ്ങാടി സ്വദേശിയുടെ ഇരുചക്രവാഹനം വട്ടംകുളം ഇറക്കത്തിലെ സർവീസ് സ്റ്റേഷന് മുന്നിൽ റോഡിലുള്ള വലിയ ഗർത്തത്തിൽ വീണ മത്സ്യമാകെ പരന്നു കിടക്കുകയായിരുന്നു. എതിരെ വാഹനം വരുന്നത് കണ്ട് വെട്ടിച്ചതോടെ മത്സ്യം കൊണ്ടുവരികയായിരുന്ന ഇരുചക്രവാഹനം കുഴിയിൽ വീണു. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാരും സമീപമുള്ള കച്ചവട സ്ഥാപനത്തിലെ ആളുകളുമെത്തി കുഴിയിൽ നിന്നും റോഡിൽ നിന്നും മത്സ്യം പെറുക്കിയെടുത്തു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിലെ കാഴ്ചകൾ കാണാൻ മുഹമ്മദ് മോഹസിൻ MLA എടപ്പലം സ്കൂളിലെത്തി. മറ്റ് പഞ്ചായത്ത് സാരഥികളും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിലാണ് മുഹമ്മദ് മോഹസിൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എത്തിയത്. MLAക്ക് പുറമെ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒലക്ഷ്മിക്കുട്ടി, മുതുല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, വിളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ എന്നിവരും എത്തിയിരുന്നു. കുട്ടികളുടെ മത്സരങ്ങൾ വീക്ഷിച്ച ജനപ്രതിനിധികൾ സംഘാടകരുമായി കലോത്സവ വിശേഷങ്ങൾ തിരക്കുകയും ചെയ്തു. പാചകപ്പുരയും ജനപ്രതിനിധികൾ സന്ദർശിച്ചു. കലോത്സവ നഗരിയിലെത്തിയ ജനപ്രതിനിധികൾ ഗാനാലാപനം നടത്തുവാനും മറന്നില്ല. നാടിന്റെ ഉത്സവമാക്കിയാണ് വിളിയൂർക്കാർ കലോത്സവം കൊണ്ടാടുന്നതെന്ന് മുഹമ്മദ് മോഹസിൻ MLA അഭിപ്രായപ്പെട്ടു. കൗമാര കലോത്സവമാണ് നമ്മുടെ സ്കൂൾ കലോത്സവം. കിട്ടിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവമാണ് കേരളത്തിലെ സ്കൂൾ കലോത്സവം. അത് വളരെ ഭംഗിയായി നടക്കുകയാണ്. നമ്മുടെ പട്ടാമ്പി ഉപജില്ലാ കലോത്സവം എടപ്പലം സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ സംഘാടന മികവ് വളരെ നന്നായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇപ്പോൾ ഭക്ഷണം നല്ല ഗംഭീരമായ സിമ്പിളാണ്, വളരെ നല്ല ഭക്ഷണമാണ്. 2000-ലധികം വരുന്ന ആളുകൾക്കാണ് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നത്. വിവിധ പരിപാടികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വളരെ നല്ല പരിപാടികളാണ് നടക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള മത്സരങ്ങളാണ് സ്കൂൾ കലോത്സവങ്ങളിൽ നടക്കേണ്ടത്. രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത് ഇതൊരു ഉത്സവമാക്കിയിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3ാം നാളിൽ വേദികൾ കലാമത്സരങ്ങളാൽ സജീവമായി. 10ഓളം വേദികളിലായി ജനപ്രിയ ഇനങ്ങളാണ് അരങ്ങേറിയത്. ഗോപികളെ കണ്ടു കണ്ണനെയും കണ്ടു
പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം എടപ്പലം PTM എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ്. മേള 3 പിന്നിട്ടു. ബുധനാഴ്ച രാവിലെ മുതൽ 10 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. ജനപ്രിയ ഇനങ്ങൾ ഉൾപ്പെടെയുള്ളവയായിരുന്നു 3 നാളിൽ അരങ്ങേറിയത്. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, വഞ്ചിപ്പാട്ട്, നാടൻപാട്ട്, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, കഥാപ്രസംഗം തുടങ്ങി പ്രധാന ഇനങ്ങൾ ബുധനാഴ്ച നടന്നു. മിക്ക വേദികളിലും ജനപങ്കാളിത്തവും പ്രകടമായിരുന്നു. മേള 4ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ മുതൽ 8 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. കോൽക്കളി, ദഫ്മുട്ട്, ഒപ്പന, അറബനമുട്ട്, വട്ടപ്പാട്ട്, മൂകാഭിനയം, നാടകം, സംഘഗാനം, ദേശഭക്തി ഗാനം, മാപ്പിളപ്പാട്ട്, നാടോടി നൃത്തം, സംഘനൃത്തം, മിമിക്രി, മോണോആക്ട് തുടങ്ങിയ പ്രധാന ഇനങ്ങളിൽ വ്യാഴാഴ്ച മത്സരങ്ങൾ നടക്കും. വെള്ളിയാഴ്ചയാണ് മേളയ്ക്ക് സമാപനം കുറിക്കുക. കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ എടപ്പലം PTM എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂളും കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും പരുതൂർ ഹൈസ്കൂളും മുന്നേറ്റം തുടരുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പലം PTM എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂളും നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളും പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് മുന്നേറ്റം തുടരുന്നത്. നിറഞ്ഞ സദസ്സിലായിരുന്നു പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാടൻ പാട്ട് മത്സരം അരങ്ങേറിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 5 ടീമുകളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. എടപ്പലം സ്കൂൾ ടീം ജേതാക്കളായി. നാടൻപാട്ട് മത്സരം കലോത്സവ വേദികളിൽ എന്നും കാണികൾക്ക് പ്രിയമുള്ളതാണ്. പട്ടാമ്പി ഉപജില്ലാ കലോത്സവ നഗരിയിൽ നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു നാടൻപാട്ട് മത്സരം നടന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 5 ടീമുകൾ മത്സരരംഗത്തുണ്ടായിരുന്നു. വാശിയേറിയ മത്സരമായിരുന്നില്ല ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ കാണാനായതെന്ന് വിധികർത്താക്കളും സൂചിപ്പിച്ചു. എടപ്പലം PTM എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനാണ് 1ാം സ്ഥാനം. കഴിഞ്ഞ വർഷം നാടൻപാട്ടിൽ 2ാം സ്ഥാനമാണ് സ്കൂൾ ടീം നേടിയത്. ഇത്തവണ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. ജനക്കാരായിരുന്നു ഞങ്ങളെ വൈദ്യരായിട്ടുള്ളത്, പോരാളിലായിരുന്നു. അവരെ തോപ്പിക്കണമെന്നുണ്ടായിരുന്നു. ആ ഭാഷയോട് ഞങ്ങൾ എനർജിക്കായിട്ട് പാടുകയും ചെയ്തു. അതിനുള്ള റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. വളരെ സന്തോഷം. നാടൻപാട്ടിലും സൗന്ദർകൃഷ്ണ തന്നെയായിരുന്നു ടീമിന്റെ പരിശീലകൻ. പാണ സമുദായക്കാർ വേലാഘോഷവേളകളിൽ വീടുകളിൽ കയറി പാടുന്ന ആര്യങ്കാവ് ആണ്ടിക്കളിപ്പാട്ട് ഇതിവൃത്തമാക്കിയുള്ള നാടൻപാട്ടാണ് ടീം അവതരിപ്പിച്ചത്. കഴിഞ്ഞോടെ ഞങ്ങൾ 2ാം സ്ഥാനക്കാരായിട്ട് പോയതാണ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് ഫസ്റ്റ് അടിക്കണം എന്ന വാശിയിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എൻ്റെ കുലത്തിൻ്റെ പാട്ട് തന്നെയാണ് ഈ വർഷം ഞങ്ങൾ അവതരിപ്പിച്ചത്. തിരുവരങ്കത്ത് പാണന സമുദായക്കാർ വേലപൂരങ്ങളോടനുബന്ധിച്ച് വീടുകൾ തോറും കയറി ഇറങ്ങി നടത്തി വരാറുള്ള ആര്യങ്കാവ് ആണ്ടിക്കളിപ്പാട്ടാണ് ഞാൻ ഇവരെ പഠിപ്പിച്ചത്. എൻ്റെ കുലത്തിൻ്റെ, എൻ്റെ അച്ഛൻ, അച്ചാച്ചൻ, മുതുമുത്തച്ഛന്മാർ, അതേപോലെ ഞാൻ, എൻ്റെ അനിയനൊക്കെ പാടി വരുന്ന പാട്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 4 ടീമുകളാണ് മത്സരിച്ചത്. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി.
നെൽവയലിലെ കൃഷിപ്പാഠങ്ങൾ നേരിട്ട് കണ്ടറിയാൻ ആനക്കര സ്വാമിനാഥ വിദ്യാലയത്തിലെ പ്രൈമറി വിദ്യാർത്ഥികൾ പെരുമ്പലം പാടശേഖരം സന്ദർശിച്ചു. മണ്ണ് കൃഷിപാഠഭാഗവുമായി ബന്ധപ്പെട്ട് കൃഷിരീതികൾ നേരിട്ട് മനസ്സിലാക്കാനാണ് നെൽവയൽ സന്ദർശനം നടത്തിയത്. കർഷകരായ ഹരിഗോവിന്ദൻ, കൃഷ്ണൻ എന്നിവർ ഞാറ് നടന്നതും വയലൊരുക്കുന്നതും കാർഷിക രീതികളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. അധ്യാപകരായ KN നിജേഷ്, കൃപ, ധന്യ, സരിത, ആതിര എന്നിവരും നേതൃത്വം നൽകി. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ലിഫ്റ്റിംഗ് ബാരിയർ സ്ഥാപിക്കുന്നതിനായി പട്ടാമ്പിക്കും പള്ളിപ്പുറം സ്റ്റേഷനുമിടയിലുള്ള പാലത്തറ റെയിൽവേ ഗേറ്റ് ബുധനാഴ്ച അടച്ചു. യാത്രക്കാർ പട്ടാമ്പി പള്ളിപ്പുറം റോഡിന് പകരം പട്ടാമ്പിയിൽ നിന്ന് വെള്ളിയങ്കല്ല് പാലം വഴി പള്ളിപ്പുറം റോഡ് ഉപയോഗിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ഗേറ്റ് അടച്ചിടുന്നത്. ഇതോടെ നിലയേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.